എന്തായാലും നമ്മുടെ MLA തൃശ്ശൂർ MLA ശ്രീ ബാലചന്ദ്രൻ എത്തിയിട്ടുണ്ട്. എങ്ങനെ പോകുന്നു പൂരം? ഓരോ പൂരവും ഓരോ കൊല്ലത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് എല്ലാവർക്കും അനുഭവപ്പെടുക. 36 മണിക്കൂറാണ് ശരിക്കും പൂരത്തിൻ്റെ സമയം. അതിൽ ഓരോ മണിക്കൂറും എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് ശക്തൻ്റെ കാലത്ത് തന്നെ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ ചെറിയൊരു ഏറ്റക്കുറച്ചിലുണ്ടാവും എന്നതൊഴിച്ചാൽ പൂരത്തിന് എല്ലാ വിധത്തിലുള്ള പ്രത്യേകതകളും നിറഞ്ഞ ഓരോ ഘട്ടവുമുണ്ട്. മടത്തിൽ വരവ്, ലോകത്തിലെ ഏറ്റവും വലിയ സിംഫണി, അത് നമ്മുടെ ഇലഞ്ഞിത്തറ മേളം, വർണ്ണമേളങ്ങളുടെ സമന്വയം, അത് കുടമാറ്റം, ഇതിനൊക്കെ താളമുള്ളതുപോലെ വെടിക്കെട്ടിനും താളമുണ്ട്. അതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ പ്രത്യേകത. അതിന് പതികാലം, അതുപോലെ തന്നെ കാലം ഓരോന്ന് മാറും തോറും കലാശം വളരെ കേമാവും. ഈ വിഭവങ്ങളിൽ ഏറ്റവും ഇഷ്ടം ഏതാ? ഇലഞ്ഞിത്തറ മേളം. ഇലഞ്ഞിത്തറ മേളം എന്ന് പറഞ്ഞാൽ കണ്ടു നിൽക്കാൻ കുറച്ച് തിരക്കാണ്. ചെറിയ ഒരു പ്രദേശത്താണ് ഇത്രയും കലാകാരന്മാർ നിന്നിട്ട് കൂട്ടുന്നത്. അത് ഒരിക്കൽ ആസ്വദിച്ചാൽ പിന്നെ നമ്മൾ തുടർച്ചയായി അവിടെ പോയി അത് ആസ്വദിക്കാനായിട്ട് ശ്രമിക്കും. എല്ലാവർക്കും പൂരാശംസകൾ. എല്ലാവരും തൃശ്ശൂരിലേക്ക് വരിക.